മാലിക് ഗുരു സാഹചര്യത്തിൽ അസുഖത്തെ തുടർന്ന് റോയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരയുന്നത് മാലിക്കിന് വേണ്ടി മൻസൂർ നെമ്മനെ കണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഷമീർ പ്രിയപ്പെട്ട അജ്മാമയും കൂടെ ഉണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ല അനുഭവം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ രാത്രി നല്ല അനുഭവം ഒരു മൊബൈൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ വന്ന് ഇവര് അവസാനമായിട്ട് മാലിക്കിനെ കാണാൻ വന്നവരാണ്. ഭാര്യ കുളിച്ചെന്ന് തോന്നുന്നു. ഇത് മൻസൂർ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം 2 ദിവസം മാലിക്കിനെ ഒരു 3 ദിവസമെങ്കിലും ഞങ്ങൾ മാലിക്കിനെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചില കൂതറകളുടെ ഇടപെടൽ മൂലം 1 ദിവസമായി കുറഞ്ഞതിൽ വളരെയധികം ഖേദമുണ്ട്. മിസ്റ്റർ മൻസൂർ താങ്കൾ പറയൂ. ഇൻഷാല്ലാ ഞങ്ങൾ അടുത്തതായിട്ട് അജീനെ അതല്ലെങ്കിൽ സുറൂറിനെ 2 ദിവസങ്ങൾക്കാണ് ഞങ്ങൾ ഇവിടെ റൂമിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും ചിലപ്പോൾ. ഞങ്ങൾ അടുത്ത ലക്ഷ്യം യൂണിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ അടുത്ത ലക്ഷ്യം. കാരണം ഞങ്ങളുടെ വേറൊരു സുഹൃത്ത് അവിടെ വെറും മണിക്കൂറുകൾ മാത്രം ചെലവഴിക്കേണ്ട ഞങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. ഒരു ജുമ അത് ഗംഭീരമായി കട്ടി തന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ വരുന്നത് പേഷ്യന്റ് മാലിക് ബാൽക്കണി എന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് 2 ദിവസം അതിഗംഭീരമായ സൂം നൽകിയ AC ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC പറയൂ മാലിക് പറയൂ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ താങ്കളുടെ സുഹൃത്തുക്കളുടെ പരിചരണം? ഭക്ഷണം വളരെ വളരെ നന്നായി. നഴ്സുമാരെ കുറിച്ച് നമുക്ക് എന്താ പറയുന്നത്? ഒരു നഴ്സ് താങ്കളെ മാറി ചികിത്സിച്ചു എന്ന് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയുന്നത് പഞ്ചാബിനെ കുറിച്ച് നമുക്ക് എന്താ പറയുന്നത്? അത് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് അടുത്ത നമുക്ക് പറയൂ. പറയൂ മാലിക് പറയൂ. പേഷ്യന്റ് മാലിക് പറയൂ. താങ്കൾ ഇപ്പോൾ ഹാപ്പിയാണ്? അതൊക്കെ തീരെ തലച്ചോറില്ലേ പൊറോട്ട വന്നിട്ട് ചേരും. ഞാൻ അടി കിടക്കുന്ന 4-5 ബറ്റനും വേണ്ടി 5-6 വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരിയപ്പ എന്റെ അവസ്ഥ. അടുപ്പ് എത്ര ചെറുതായാലും കല്ല് 3 വേണം. മനസ്സിലായില്ലേ? 1000 തെങ്ങുള്ള നായർക്ക് പല്ലു കുത്താൻ ഈർക്കിളില്ല എന്ന് പറഞ്ഞ മാതിരിയപ്പ എന്റെ അവസ്ഥ. ആന മാതാകിയ ചങ്ങലക്ക് ഇടാം. പക്ഷെ ചങ്ങലക്ക് മാതാകിയാലോ ആർക്കാണെങ്കിൽ മടി വെക്കാം. കാവുങ്ങാകുമ്പോ അത് കഴിയൂല. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊക്കെ തിന്നാൻ തന്നെ പൈസനോട് വളരെയധികം ഖേദത്തോടു കൂടിയാണ് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നത് മുകളിലുള്ള 245-ാമത്തെ റൂമിലല്ല. തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അതായത് 304 അവിടെ ഉണ്ടായിരുന്നത് ആകെ 2 നഴ്സുമാരായിരുന്നു. അവരെ കുറിച്ച് പറഞ്ഞാൽ വളരെയധികം ദയനീയമായ മറ്റൊന്ന് അവിടെ നിന്നും ഞങ്ങളെ മണിക്കൂറുകൾക്കിടയിൽ ഞങ്ങളെ താഴെയുള്ള AC റൂമിലേക്ക് ഞങ്ങളെ മാറ്റം ചെയ്തു. അവിടെ വന്നപ്പോൾ നല്ല പക്ഷേ യാതൊരു കാരണവശാലും വളരെയധികം ഖേദമുണ്ട്. അതിന്റെ ഇടയിൽ ചില തെറ്റുകളുടെ ഇടപെടൽ മൂലം പിന്നെ നാളെ ഞങ്ങൾ ഇവിടുന്ന് മാറേണ്ടിയിരുന്ന ഈ റൂം വെക്കേറ്റ് ചെയ്യേണ്ട നാളെയായിരുന്നു. അത് ഇന്ന് മാറ്റിയത് വളരെയധികം സങ്കടമുണ്ട്. സങ്കടമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ 2 ദിവസങ്ങൾക്കകം ഇവിടെ സുഹൂറിനെയോ അതല്ലെങ്കിൽ ഈ ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും
ഇവിടെ ഒരു ആഴ്ചക്ക് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അത് വളരെയധികം ഞങ്ങൾ ഈ നാടുകളിൽ വരുന്ന പൂരങ്ങൾ അതല്ലെങ്കിൽ മറ്റ് ഉത്സവങ്ങൾ പോലെ ഞങ്ങൾ വളരെയധികം ആഘോഷിക്കുന്നതുമായി. തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അതായത് ഒരുപക്ഷെ ഞങ്ങൾ ലൈഫ്കാരുടെ ആംബുലൻസിന് വരെ ഞാനെന്റെ ഗുരുവായൂരാച്ചിന്റെ അവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകർ ഞങ്ങളത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടെ അവരെ ഞങ്ങൾ അവിടെ ചില ദിവസങ്ങൾക്ക് മാത്രം. താങ്കൾ ഇന്നലെ മാലിക്കിനെ അഡ്മിറ്റ് ചെയ്ത ശേഷം ഇവിടെ ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഇവിടെ നിന്നതിൽ നിന്നും എന്താണ് താങ്കൾക്ക് കൂടുതലായിട്ട് ലഭിച്ചത്? എന്നെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, ഈ കൂട്ടായ്മയെ കുറിച്ച്. അതായത് നമ്മൾ ഇന്നലെ കൊടുത്ത ചിക്കന്റെ കാല് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്താ ചങ്ങായി കൂതറാട് കഷ്ടപ്പെട്ട് പറയുമ്പോ മെല്ലെ മെല്ലെ. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തത് എന്താണ്? കൂർക്കമ്പാറ ആനക്കുട്ടി. അഷ്കറിന് കുറുകാനുള്ള സമയമായി. ഫേവറേറ്റ്